ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളത് ഫസ്റ്റ് നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലേക്ക് ആക്കിയിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്തിരുന്നു. നിലവിൽ പ്ലഗിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു സ്റ്റാർട്ടാവാഞ്ഞത്. പിന്നെ എന്ന് വെച്ചാൽ ബാറ്ററി സപ്പോർട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റാർട്ടായി കിട്ടാൻ ഒരുപാട് താമസം വന്നിരുന്നു. ഇപ്പോൾ നമ്മളൊരു പുതിയ ബാറ്ററി ഇതിൽ വെച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ 2024 മോഡൽ ബാറ്ററി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് 2022 മോഡൽ ബാറ്ററിയാണ് നമുക്ക് വണ്ടിയിൽ ഇരുന്നായിരുന്നു. അത് ഫുൾ ഡെഡായേക്കായിരുന്നു. ഞാൻ അഴിച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് പിന്നീട് ഒന്ന് വെച്ച് നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് പതുക്കെ കയറണുള്ളൂ. മിക്കവാറും അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കി അതിന് ശേഷം സെൽഫിലാണ് വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. കിക്കറടിച്ചാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ക്ലച്ച് ഡിസ്ക് ഫുൾ കംപ്ലൈൻ്റ് ആണ്. നമ്മളെ വണ്ടിയിൽ അതിന് ശേഷം നമ്മൾ ക്ലച്ച് കേബിളടക്കം പിടിയിച്ചിട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു. വണ്ടി ഓടിച്ചു നോക്കി. ക്ലച്ച് റേസായിട്ട് വണ്ടി ഒരു രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. പിന്നെ അതുപോലെ തന്നെ വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് ബാക്ക് ഷോക്ക് അബ്സർ കംപ്ലൈൻറ്റ് വന്നിട്ട് ബാക്ക് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ തെറിച്ച് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഞാൻ ബാക്ക് ഷോക്ക് ഫുള്ള് ലീക്കാണ്. നമ്മളേക്ക് മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞതാണെന്ന് തോന്നണു. എൻ്റെ ഓർമ്മയിൽ പറഞ്ഞതായിട്ട് ഓർക്കണമുണ്ട്. അതേപോലെ തന്നെ ചെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസായി പോയി. ഈ ഷോക്ക് അബ്സർ കംപ്ലൈൻറ്റ് വരുമ്പോഴുള്ള പ്രോബ്ലം ചെയിൻ്റെ ലൈഫ് നേർപകുതിയായിട്ട് കുറയും. അതിനിപ്പോൾ നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുള്ളൂ എന്താണ് ചെയിൻ്റെ അവസ്ഥ എന്നുള്ളത്. ചെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂസായിട്ട് കിടക്കണേ. കാരണം ഷോക്ക് കംപ്ലൈൻറ്റ് വരുമ്പോൾ അന്യായ തെറിപ്പായിരിക്കും. നല്ല തെറിപ്പ് വരുമ്പോൾ തന്നെ ചെയിൻ ഓവർലാപ്പിങ് വരും. അങ്ങനെ ചെയിൻ ഡാമേജിലേക്ക് പോകും. അതാണ് സംഭവിക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫുഡ് റെസ്റ്റിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡ് റെസ്റ്റൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. എൻ്റെ സൈഡ് സ്റ്റാൻഡ് ഓൾറെഡി സ്പ്രിങ്ങിൻ്റെ മാത്രമല്ല സ്റ്റാൻഡിൻ്റെ തേമാനം കൊണ്ട് വന്നേക്കുന്ന പ്ലേ കൊണ്ടാണ് സ്പ്രിങ് നിൽക്കാത്തത്. പിന്നെ എഞ്ചിനിൽ ഓൾറെഡി ഒരു ചെറിയ സൗണ്ട് വേരിയേഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് എൻജിൻ സൗണ്ടിൽ വ്യത്യാസമുണ്ട്. അത് ക്രാങ്കിൻ്റെ സൈഡ് ബെയറിങ് പോയേക്കണ ഒരു സൗണ്ടാണ് നമുക്ക് ഫീൽ ചെയ്യണത്. പക്ഷേ നമുക്ക് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലച്ച് ഡിസ്ക് മാറ്റി കഴിഞ്ഞാൽ തൽക്കാലം നമുക്ക് വേണമെങ്കിൽ കൊണ്ടുനടക്കാം. പിന്നെ എൻജിൻ്റെ ഈ സൈഡിലൊക്കെ ചെറിയൊരു ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് വണ്ടി കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട്. പിന്നെ അതുപോലെ സീറ്റിൻ്റെ അടിയിൽ ടാങ്കിൻ്റെ ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്കും സീറ്റിൻ്റെ അടിയിൽ കറക്റ്റ് ആവുന്ന ചേസിൻ്റെ പോർഷൻ കൂടെ തുരുമ്പിട്ടിട്ട് ഓൾറെഡി വിട്ടുപോയതുണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്തിട്ട് ഈ കണ്ടീഷനിലൊന്ന് അഴിച്ച് വാട്ടർ സർവീസ് ചെയ്തൊന്ന് പെയിൻറ്റൊക്കെ ടച്ച് ചെയ്താണെങ്കിൽ കുറേ കൂടി നമുക്ക് ധൈര്യമായിട്ട് ഓടിക്കാം നമുക്ക്. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡൊക്കെ ലീക്ക് ഉണ്ട്, ഓയിൽസീലൊക്കെ ലീക്ക് ഉണ്ട്. അത് അഴിക്കുമ്പോൾ നമുക്ക് വേറെ ഫോർക്ക് പൈപ്പൊക്കെ ഡാമേജ് ഉണ്ടാവും. അതിപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. മെയിനായിട്ട് അത് ഓയിൽ ലീക്ക് മാറണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. പക്ഷേ ബാക്കിയത്തെ വർക്കുകൾ ഇപ്പോൾ ചെയ്താൽ തന്നെയാണ് നമുക്ക് വണ്ടി ഉപയോഗിക്കാനായിട്ടെങ്കിലും പറ്റുള്ളൂ. കാരണം ഞാൻ ക്ലച്ച് ഡിസ്ക് മാറണം. ഓൾറെഡി ഓയിലൊക്കെ വളരെ മോശമാണ്. കാരണം എന്ന് വെച്ചാൽ ഓയിൽ ചേഞ്ച് ചെയ്യണം. പിന്നെ എനിക്ക് തോന്നുന്നു മൈന്യൂട്ടായിട്ടൊരു പുകയുടെ പ്രോബ്ലം ഉള്ള പോലെ തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ സൈലൻസിനകത്ത് ചെറിയൊരു കാർബൺ കണ്ടൻറ്റ് കാണുന്നുണ്ട്. പിന്നെ എഞ്ചിനിലും ചെറിയൊരു സൗണ്ട് വേരിയേഷൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഈ ഫ്രണ്ട് ഇൻഡിക്കേറ്ററൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും നമുക്ക് ക്ലച്ച് ഡിസ്കും ഈ പറഞ്ഞ രീതിക്കുള്ള ബാക്ക് ഷോക്കും ഒക്കെ മാറ്റിയാലാണ് കറക്റ്റായിട്ട് നമുക്ക് വണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുകഴിയുമ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ടൊന്ന് പറയാം. അതെങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് മതിയോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതികൾ നമുക്ക് ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ചയ്ക്കാണ് കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. കാരണം വെൽഡിങ്ങിന് കൊടുക്കണം. അതിനുശേഷം വെൽഡിങ്ങും വാട്ടർ സർവീസ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വണ്ടി വർക്കിന് കിട്ടാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയും. കാരണം ഞാൻ ബാക്ക് ഷോക്കൊക്കെ വരുമ്പോഴത്തേക്കും 2 ഷോക്ക് ഓപ്ഷനാണ് ഏകദേശം ഒരു 2000 അടുത്ത് വരും. ഒരു ഷോക്ക് ഓപ്ഷൻ 1000 അടുത്തുണ്ട്. പിന്നെ ക്ലച്ച് ഡിസ്ക് വരുമ്പോഴും ഏകദേശം മാറ്റി വരുമ്പോൾ ഏകദേശം ഒരു 1000 രൂപയൊക്കെ നമുക്ക് കോസ്റ്റ് വരും. പിന്നെ ഓയിലിൻ്റെ കേസ് അഡീഷണൽ വരും. ജനറൽ സർവീസായിട്ട് അഡീഷണൽ വരും. ചേസിൻ്റെ കേസ്, ചേസ് വെൽഡിങ്ങിൻ്റെ ഒക്കെ അഡീഷണൽ, വാട്ടർ സർവീസ്, പെയിൻറ്റിങ് അതൊക്കെ വരുമ്പോൾ അഡീഷണലാണ് അതിൻ്റെ കോസ്റ്റ് വരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് നമുക്ക് ഒന്ന് റെഡിയാക്കാം. അതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ രീതികളെ വെൽഡിങ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂർത്തികൾ ചെയ്ത് വണ്ടി നീറ്റായിട്ട് തന്നെ ചെയ്യുന്ന ഭാഗം ക്ലിയറായിട്ട് നമുക്ക് ചെയ്തു പോകാം. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയുക. അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ.